ജി സുധാകരൻ CPIM-ന് കൃത്യമായും പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. CPIM കാണിച്ച പല രീതിയിലുള്ള തിരിമറികൾ ഓരോന്നായി തെളിവ് സഹിതം ജി സുധാകരൻ കൊണ്ടുവരുന്നു. തന്നെ അറസ്റ്റ് ചെയ്താലോ ഇലക്ഷൻ കമ്മീഷൻ ചോദ്യം ചെയ്താലോ ഒന്നും ഒരു പ്രശ്നവുമില്ല. വീട്ടിലിങ്ങനെ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ പഴയ കാലത്ത് നടത്തിയ തിരിമറികൾ ഓർക്കുമ്പോൾ മനസ്സമാധാനം കിട്ടാതിരിക്കുന്ന ജി സുധാകരന് അദ്ദേഹത്തിന് കൃത്യമായും നേരും നെറിയും കുറേയൊക്കെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ നെറികെട്ട പല ആളുകളുടെയും പേര് പുറത്തു പറയണമെന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം പുറത്ത് വിട്ടുകൊണ്ട് CPIM-നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. MV ഗോവിന്ദൻ ഇതൊക്കെ തള്ളിക്കളഞ്ഞ മട്ടിലാണ് സംസാരം മുഴുവൻ. എന്നിട്ടൊടുവിൽ ഒരു ആക്കിച്ചിരിയും. നേരത്തെ കൃത്യമായും ഈ ആക്കിച്ചിരി കണ്ടത് കണ്ണൂരിൽ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു കളിയാക്കൽ പോലുള്ള പ്രസ്താവന പലരും കണ്ടതാണ്. വാസ്തവത്തിൽ ഒരു കോമാളിയായി MV ഗോവിന്ദൻ അതപ്പതിച്ച് കഴിഞ്ഞിരിക്കുകയാണ് പരിപൂർണമായി. പിണറായി വിജയൻ്റെ കുഴലൂത്തുകാരൻ മാത്രമാണ് ഇപ്പോൾ MV ഗോവിന്ദൻ. പാർട്ടിയുടെ തത്വചിന്തകൻ എന്നൊക്കെയാണ് തട്ടിവിടുന്നത്. ഏതായാലും ഡ്രിൽ മാസ്റ്ററായ അദ്ദേഹത്തിന് തത്വചിന്ത എന്താണ് എന്ന് പോലും അറിയില്ല. പരസ്പര ബന്ധമില്ലാതെ കുറെ കാര്യങ്ങൾ പറയുന്ന ആ സമ്പ്രദായത്തെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നൊക്കെ പറയുമ്പോൾ എല്ലായിടത്തുമുള്ളത് കുറേ പരസ്പര വിരുദ്ധത മാത്രമാണ് എന്നുള്ളതാണ് ഗോവിന്ദൻ്റെ അവസ്ഥ. ഏതായാലും സോഷ്യൽ മീഡിയയിൽ അപ്പം ഗോവിന്ദൻ എന്ന പേര് കിട്ടിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ആനമണ്ടത്തരമായി തന്നെ അവശേഷിക്കുകയാണ്. ജി സുധാകരനെ തള്ളിപ്പറയാൻ ആലപ്പുഴ ജില്ലയിലുള്ള CPIM-ൻ്റെ നേതൃത്വത്തിലുള്ള SDPI-യോട് വലിയ സഹകരണം കാണിക്കുന്നവർക്കൊക്കെ കഴിയുമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിനെ തള്ളിക്കളയാൻ പരിപൂർണമായി MA ബേബിക്കോ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകർക്കോ എന്തിനധികം പറയുന്നു പിണറായിക്കോ കഴിയില്ല. പിണറായി വിജയൻ ആകെ ബേജാറിലാണ്. ഇദ്ദേഹം പണി പറ്റിക്കുമോ? തുടർഭരണം ലക്ഷ്യമിടുന്ന പിണറായിയെ കസേരയിൽ നിന്നും താഴെ ഇറക്കാൻ ജി സുധാകരൻ പരിപാടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൻ്റെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടതും കോൺഗ്രസ്സുകാരുമായി സഹകരിക്കുന്നതും വെറുതെയല്ല, ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായി സുധാകരൻ പറയുകയാണ്. അതുകൊണ്ടാണ് UDF കൺവീനറായ അടൂർ പ്രകാശ് പറഞ്ഞത് ജി സുധാകരൻ സത്യസന്ധനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കള്ളം ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയില്ല. എന്നിരുന്നാലും അദ്ദേഹം കുറച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ബാക്കി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും കേൾക്കാൻ കാതോർത്ത് ഇരിക്കുകയാണ് രാഷ്ട്രീയ കേരളം.